വീഡിയോ സിനിമാ തിയേറ്ററിനെ കുറിച്ചല്ല പറയുന്നത്, എന്നാൽ ഒരു ടെക്നോളജി റിലേറ്റഡ് ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലർക്കും നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവാം. അപ്പോൾ പലരും നെറ്റ്ഫ്ലിക്സിൻ്റെ ഹൈ എൻഡ് പാക്കുകൾ, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും കൂടിയ പാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 649 രൂപയാണ്. 4K സപ്പോർട്ട് ചെയ്യുന്ന 4-5 ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാക്കാണ്. സോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ 4Kയിൽ പടം കാണുന്ന ആളുകളായിരിക്കാം. സോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ, റീസെൻ്റ്ലി എൻ്റെ 2-3 സുഹൃത്തുക്കൾ എനിക്ക് ഫോണിൽ അവർ 4K നെറ്റ്ഫ്ലിക്സിൻ്റെ 4K പാക്കേജിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. സോ ഞാൻ നോക്കിയപ്പോൾ അതൊരു 4K കണ്ടന്റ് അല്ലായിരുന്നു. സോ അവർ സ്റ്റിൽ എന്നോട് തർക്കിച്ചു അത് 4K ആണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് 4K എന്ന് പറയുന്നത് ചോദിച്ചു. സോ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൻ്റെ 4K പാക്കേജ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് 4K ആണെന്നാണ് അവർ പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലോ ടാബിലോ വെച്ച് നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ കാണുന്ന 3 വരകൾ, അവിടെ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻസ് വരും. അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ആപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ സാധനം വരും. ആപ്പ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ആപ്പ് സെറ്റിങ്സിൽ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈസ് വെർഷൻ ബിൽഡ് കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ പോയ അക്കൗണ്ട് ചെക്ക് നെറ്റ്വർക്ക് പ്ലേ ബാക്ക് സ്പെസിഫിക്കേഷൻ, നമുക്ക് പോകേണ്ടത് അവിടെയാണ്. പ്ലേ ബാക്ക് സ്പെസിഫിക്കേഷൻ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി ലെവൽ, വൈഡ് വൈൻ എല്ലാ ഡീറ്റെയിൽസും വരും. സോ എൻ്റെ ഈ ടാബ് ആക്ച്വലി ഇത് ഡോൾബി വിഷൻ ഉള്ള ടാബാണ്, 4K റെസൊല്യൂഷനുള്ള ടാബാണ്. പക്ഷേ ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ് 4Kയിൽ കാണാൻ പറ്റില്ല. കാരണം നെറ്റ്ഫ്ലിക്സ് ഈ ഡിവൈസിന് 4K കൊടുക്കുന്നില്ല, 4K കണ്ടന്റുകൾ കൊടുക്കുന്നില്ല. സോ അത് ഇവിടെ സ്പെസിഫിക്കേഷൻ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. മാക്സിമം പ്ലേ ബാക്ക് റെസൊല്യൂഷൻ വിൽ ബി ഫുൾ HD. ഫുൾ HD എന്ന് ഉദ്ദേശിക്കുന്നത് 1080 ആണ്. 1080 എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുൾ HD വീഡിയോ, അതാണ്. സപ്പോർട്ടഡ് ഹാർഡ്വെയർ കോഡ്സ് VP9, AVC, HEVC ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. HDR ക്യാപ്പബിലിറ്റി ഉണ്ടോ? ഉണ്ട്. എൻ്റെ HDR10 ഡോൾബി വിഷൻ, ഇത് രണ്ടും ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള ആ സംഭവങ്ങൾ എനിക്കിതിൽ കാണാൻ പറ്റും. പക്ഷേ എൻ്റെ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ വിൽ ബി ഫുൾ HD. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവൈസിനും ഒരു സെക്യൂരിറ്റി ലെവൽ കൊടുത്തിട്ടുണ്ട്, വൈഡ് വൈ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ L1 ആണെങ്കിൽ ഫുൾ HD ആണ്. നിങ്ങളുടെ ഡിവൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് L3 ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുൾ HD പോലും അല്ല, അതിൻ്റെ താഴേക്കാണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, നെറ്റ്ഫ്ലിക്സ് ആ ഡിവൈസിന് അത് കൊടുക്കുന്നില്ല. സോ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും നെറ്റ്ഫ്ലിക്സ് എവിടെയൊക്കെ ഇതിനത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, ഏതൊക്കെ ഡിവൈസിൽ ക്യാപ്പബിലിറ്റി ഉണ്ട്, കമ്പാറ്റബിൾ ആണെന്നൊക്കെയുള്ള സംഭവങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരുടെ. അപ്പോൾ ആ ഡിവൈസുകൾ മാത്രം മേടിച്ചാൽ അത് കാണാൻ പറ്റുള്ളൂ. സോ ഞാനിത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അമളി അവർക്ക് മനസ്സിലായത്. അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. മണി ഹേസ്റ്റൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെയുള്ള തൊട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ 649 രൂപ കൊടുത്തിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഡിവൈസ് ലിറ്ററലി ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്റ്റിൽ 649 രൂപ കൊടുത്ത് ഇവർ ഇത് 4K ആണ് എന്ന് വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫുൾ HD പാക്ക് കിട്ടാനായിട്ട് 649 ആവശ്യമില്ല, 400 രൂപയുടെയൊക്കെ പാക്കിൽ ഇത് കിട്ടുന്നതായിരിക്കും. ടി വിയിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ പാക്കിലിരിക്കുന്നത് OLEDയുടെ LGയുടെ 8K TV ആണ്. 8K റെസൊല്യൂഷനുള്ള TV ആണ്. HDR10 10+ഉം അതുമാതിരി ഡോൾബി വിഷൻ എനേബിൾഡ് ആയിട്ടുള്ള TV ആണ് വിത്ത് ഡോൾബി അറ്റ്മോസ്. സോ ഈ ടി വിയിലേക്ക് വരുമ്പോൾ ഇതിലെ ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ഈ സെക്യൂരിറ്റി ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ സംഭവം സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം പ്ലേ ബാക്ക് റെസൊല്യൂഷൻ വിൽ ബി 4K എന്ന് എഴുതി കാട്ടും. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു മൂവി എടുക്കുകയാണ്, നമ്മളൊരു ലെറ്റ്സ് അവതാർ എടുക്കുകയെന്ന് വെച്ചാൽ, അവതാർ നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ അല്ല, സ്റ്റിൽ ഞാനത് പറയുകയാണ്, അവതാർ എടുക്കുകയെന്ന് വെച്ചോളൂ. നമ്മുടെ ടാബിൽ അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന വെർഷൻ 2 ടാബിൽ കയറി കഴിഞ്ഞാൽ അത് ഡോൾബി വിഷൻ ഫുൾ HD. ഇത് നേരെ ടി വിയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 4K. ഇപ്പോൾ LGയുടെ HLG എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അത് കൂടാണ്ട് ഡോൾബി വിഷൻ അല്ലെങ്കിൽ HDR10 10+. ഓഡിയോ വിൽ ബി സ്പൈറ്റൽ എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പൈറ്റൽ ഓഡിയോ 360 ഡിഗ്രി സറൗണ്ട് സൗണ്ട്, ആ സംഭവം ഇതിനകത്ത് എനേബിൾ ആണ്. ഇപ്പോൾ ഈ 360 ഡിഗ്രി സറൗണ്ട് സൗണ്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടി വിയുടെ ARCയുടെ HDMI ഔട്ട് എടുത്തിട്ട് വേണം ആ 360 ഉള്ള ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് കാണാനായിട്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന പാക്കേജിന് തരുന്ന ഫീച്ചർ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ മൊബൈൽ ഫോണോ ടാബോ ടി വിയോ എന്തിലോ ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നെറ്റ്ഫ്ലിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി അറിയാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് അത് മേടിക്കുന്നത് ആ സെയിൽസ്മാനോട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മേടിക്കാനായിട്ട്.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ആമസോണും ഡിസ്നി ഹോട്ട്സ്റ്റാറിനൊക്കെ ഉള്ളത്. സോ നിങ്ങൾ ഒരു പാക്ക് എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ആ ഡിവൈസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറഞ്ഞോട്ടെ, ഡോൾബി അറ്റ്മോസ് പല ആൾക്കാരുടെയും മൊബൈൽ ഫോണിലുണ്ട്. ഡോൾബി അറ്റ്മോസ് നമുക്ക് ഓപ്പൺ ആക്കാം, എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ നിങ്ങൾ കേൾക്കുന്ന ഹെഡ്ഫോണിൽ ഡോൾബി അറ്റ്മോസ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്ഫോൺസുകളുണ്ട്. നമുക്ക് ഡോൾബിയുടെ തന്നെ പ്രോഡക്റ്റിലേക്ക് പോവാം. ഡോൾബി ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോൺ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നിയർലി ഒരു 40-45 രൂപയോളം 45,000 രൂപയോളം വില വരുന്നുണ്ട്. ഡോൾബി ഡയമെൻഷനാണ് വേൾഡിലെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ. ഇപ്പോൾ ചില ബ്രാൻഡുകൾ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അറ്റ്മോസ് എനേബിളിലിറ്റി. സോ അറ്റ്മോസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടൺ കണ്ടന്റുകൾക്ക് മാത്രമേ അറ്റ്മോസ് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിന് അറ്റ്മോസ് ഡോൾബിയുടെ സെപ്പറേറ്റ് ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് നമ്മൾ ഇയർബഡ്സ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ ആപ്സ് ഡൗൺലോഡ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ സോണിയുടെ ഹെഡ്ഫോണൊക്കെ മേടിക്കുമ്പോൾ സോണിയുടെ തന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയാണ് ഇത് എനേബിൾ ചെയ്യുന്നത്. എല്ലാ കണ്ടന്റും നമ്മൾ കാണുന്ന എല്ലാ വിഷ്വൽസും അറ്റ്മോസ് ആവണമെന്നില്ല. നമ്മൾക്ക് സ്പെഷ്യലി നമ്മളുടെ ഡിവൈസിലെ ആപ്പിൽ നിന്ന് അറ്റ്മോസ് സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ആപ്പ് വഴിയാണ് നമുക്ക് അറ്റ്മോസ് എനേബിൾ ആവുന്നത്. സോ ഡിവൈസിന് ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. എൻ്റെ അടുത്ത വീഡിയോ ഐമാക്സിനെ പറ്റിയാണ്. പക്ഷേ ഐമാക്സ് തിയേറ്ററിലല്ല, ഐമാക്സ് എങ്ങനെ വീട്ടിൽ കാണാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ അടുത്തൊരു വീഡിയോ ആവുന്നവരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ എൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ സിനിമ ടെക്നോളജി മാത്രമല്ല, ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എന്തിനെങ്കിലും പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും അടിയിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.